ഹായ്, ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് എത്നിക്കിൻ്റെ ലോങ് പീസസ് ആണ്, ലോങ് നെക്ലസ് ആണ്. നമുക്ക് കല്യാണത്തിനൊക്കെ അവസാനത്തേക്ക് ഇടാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നെക്ലസ് ആണ്. നമുക്ക് നേരിട്ട് അതിലേക്ക് തന്നെ പോവാം, കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റത്തെ പീസ് 29 ഗ്രാം, അതായത് 3.5 പവനും 3.25 പവൻ്റെ ഇടയിൽ വരുന്ന 1 ഗ്രാമിൻ്റെ വേരിയേഷനിൽ വരുന്ന സാധനം 29 ഗ്രാം വരുന്നത് കേട്ടോ. ഇത് എത്നിക്കാണ്. ഇതിലെ സ്റ്റോൺസ് സ്ക്വയർ ഷേപ്പിൽ വെച്ചിട്ടുള്ള റെഡ് കളർ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കളർ റെഡിഷ് കളറാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും റെഡിഷ് കളറാണ് ഇതിന്റെ കളർ വെച്ചിട്ടുള്ളത്. കളർ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവാം, റെഡ് ആക്കാം, നഗാസിന്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള മീൻസ് ബ്ലാക്ക് ആക്കാം, അതൊക്കെ നിങ്ങളുടെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. 29 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്, ലോങ് ആണ്, ഡബിൾ ലെയറിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഒരു 57 ഗ്രാം ഉണ്ട്, ഒരു 8 7 പവനോളം വരുന്ന ഒരു നെക്ലസ് ആണ്. ഇതിൽ സ്റ്റോൺസിന് നമ്മൾ സാധാരണ കാണുന്ന ചുവപ്പ്, പച്ച, നീല, അതിന് വിപരീതമായിട്ട് ഒരു പ്രത്യേക തരം കളറാണ്. ഇതിപ്പോൾ എന്താ പറയുക, വയലറ്റ് കളറിൽ വയലറ്റ് കളറാണ് വരിക. യെസ്, വയലറ്റ് കളറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഒരു കാശിൻ്റെ ഷേപ്പിലും അതിനോട് മാച്ച് പാരലായിട്ട് തന്നെയാണ് സ്റ്റോൺസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭംഗിയുണ്ട്, ആ സ്റ്റോൺസിന് പ്രത്യേക ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ കുറേ വീതി കൂടിയത് വെക്കാതെ ഇങ്ങനത്തെ ഒരു ഇത്തിരി വീതി കുറഞ്ഞ് തന്നെ അതുള്ളിൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഐറ്റം വെക്കുകയാണെങ്കിൽ ആ സെറ്റ് കാണാൻ ഒരു ഭംഗിയുണ്ടാവും. കുറേ വലിച്ചു വരുന്നേക്കാൾ നല്ലത് ഉള്ളത് ഒരു 3-4 പീസ് ഉള്ള വെച്ചാൽ അതൊരു റേഞ്ച് ഐറ്റം ആണെങ്കിൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ 7 പവനാണ് വെയിറ്റ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ പീസ് വരുന്നത് 60 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ 8.56 7.5 പവനോളം വെയിറ്റ് വരുന്നുണ്ട്. ഡബിൾ ലെയറാണ് വരുന്നത്. അതിൽ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ 2 ലെയറിലാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് ഒരു പട്ട പോലത്തെ ഒരു ഡിസൈനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, മുകളിലേക്ക് വരുന്ന ഏരിയ. അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ത്രെഡാണ് ഇട്ടിരിക്കുന്നത്. ഇതിനൊക്കെ ത്രെഡ് തന്നെ മതിയാവും. ഈ ഷോർട്ട് നെക്ലസിനാണ് എപ്പോഴും ബാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇത്രയും ലോങ് അതിൽ ബലത്തിൽ കിടക്കാനും പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ എപ്പോഴും ത്രെഡ് തന്നെയായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാവരും ത്രെഡ്, നമ്മളെപ്പോഴും ത്രെഡാണ് പ്രിഫർ ചെയ്യുള്ളത്. നമുക്കിപ്പോൾ ആ ഒരു 2 ഗ്രാം കൂടി വിറ്റ് നമുക്ക് അതിൻ്റെ വെയിറ്റ് കൂട്ടാം. പക്ഷേ അതിൽ കാര്യമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് എടുത്തു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ എന്ത് ഐറ്റം വന്നെടുത്താലും നമ്മൾ ക്ലാരിറ്റി ആക്കി കൊടുക്കുക അവർക്ക്. ഇത്ര മേക്കിംഗ് ചാർജ്, ഇത്ര സ്റ്റോൺ പ്രൈസ്, എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തേ നമ്മൾ കൊടുക്കാറുള്ളത്. നമ്മുടെ പ്രത്യേകതയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കൂട്ടി കച്ചവടം നടത്തി വിട്ടിട്ട് കാര്യമില്ല, നാളെ പാർട്ടി ഇങ്ങോട്ട് വരണം. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർണമെന്റ്സിന്റെ ഫോട്ടോ കാണിക്കുന്നത് കൂടാണ്ട് നമ്മൾ കല്യാണപ്പാട്ടിലേക്ക് സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മോളുടെ കല്യാണോ അല്ലെങ്കിൽ കസിൻ്റെ കല്യാണമൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ പഴയ ഗോൾഡ് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ആയി ചെയ്യാം. എല്ലാം ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് ഹോൾസെയിൽ ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. എല്ലാം 916 HUAD അടിച്ചിട്ടുള്ള ഹോൾമാർക്ക് ആഭരണം മാത്രം നമ്മൾ സെല് ചെയ്യാറുള്ളൂ. അതിൻ്റെ കാര്യത്തിലൊരു ഭയം നമുക്ക് വേണ്ട കേട്ടോ. ചിലർക്ക് പല ഇത് ചെയ്യും, ഹോൾസെയിൽ ആകുമ്പോൾ പ്യൂരിറ്റി വ്യത്യാസം ഉണ്ടാവും, അത് ഒരിക്കലും വരില്ല. നമ്മളെല്ലാം 9 months ഹോൾമാർക്ക് ആഭരണം മാത്രമേ കൊടുക്കുള്ളൂ, അത് ഷുവറിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ലിയോ ഗോൾഡൻ ഡയമണ്ട്സിൽ കുറേ ഓഫേഴ്സ് വരുന്നുണ്ട്, കല്യാണ പാട്ടുകൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നുള്ളൂ. അപ്പോൾ ഷോപ്പിൽ വെച്ച് കാണാം. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.